വീട്ടിലെടുത്ത അമ്മയെ 15-കാരിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ചിൻഹത് മേഖലയിലാണ് സംഭവം. 40 വയസ്സുള്ള ഉഷാ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. 17-കാരിയായ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് 15-കാരി കൊടും ക്രൂരത ചെയ്തത്. തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച ശേഷം ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിച്ചാണ് കൊലപാതകം നടത്തിയത്. തുടർന്ന് മോഷണവും ലൈംഗിക അതിക്രമവുമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി. ഞായറാഴ്ച പുലർച്ചെ 3:30ഓടെയാണ് ഉഷ കൊല്ലപ്പെടുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ച യുവതിയും മകളും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അജ്ഞാതർ വീട്ടിലെത്തി അമ്മയെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടിയുടെ അമ്മാവൻ സ്ഥലത്തെത്തിയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അമ്മാവന്റെ സാന്നിധ്യത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. വീട്ടിൽ എത്ര പേർ അതിക്രമിച്ചു കയറി, അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നുവോ, കവർച്ചയുടെ ലക്ഷണങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് സംഭവം നടക്കുമ്പോൾ പെൺകുട്ടി എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത്. ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ യുവതിക്ക് കഴിഞ്ഞില്ല. അതേസമയം പോലീസ് CCTV ക്യാമറ പരിശോധിക്കുകയും ചെയ്തു. സംഭവം നടക്കുന്ന സമയത്ത് പ്രദേശത്തേക്ക് ആരെങ്കിലും എത്തിയതിന്റെയോ തിരിച്ചു പോയതിന്റെയോ സൂചന പോലീസിന് ലഭിച്ചില്ല. അമ്മയുടെ കൊലപാതകത്തിന് മുൻപ് യുവാവിനെ വിളിച്ച വിവരം കൂടി ചോദിച്ചതോടെ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയായ 17-കാരനുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം രണ്ടുപേരും ഒളിച്ചോടിയിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്തിയ പോലീസ് 17-കാരനെതിരെ കേസെടുക്കുകയും ജുവൈനൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പരാതി നൽകിയതിനും ജുവൈനൽ ഹോമിലേക്ക് മാറ്റിയതിനും യുവതിയെ കൊല്ലുമെന്ന് 17-കാരൻ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് 17-കാരൻ കാമുകിയുടെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ ഉറങ്ങിക്കിടന്ന ഉഷാ സിംഗിനെ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു. അതിനുശേഷം ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. ചോര വാർന്നാണ് മരണം സംഭവിച്ചത്. ഇതിന് പിന്നാലെ മകളും കാമുകനും ചേർന്ന് യുവതിയുടെ മൃതദേഹം നഗ്നമാക്കി. ലൈംഗിക അതിക്രമണത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. തുടർന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്നും പോലീസ് പറയുന്നു.